നോക്കുക, നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത കായികത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രധാന അവാർഡുകളും അവ നേടിയിട്ടുള്ള ജേതാക്കളും. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ അവാർഡാണ് ലോറൈസ് സ്പോർട്സ് അവാർഡ്. സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചോളൂട്ടെ. LAURES, ലോറൈസ് സ്പോർട്സ് അവാർഡ്. ഏറ്റവും വലിയ കായിക അവാർഡ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഏറ്റവും വലിയ കായിക അവാർഡ്. അപ്പൊ ഏറ്റവും വലിയ കായിക അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ലോറൈസ് അവാർഡാണ്. ലോറൈസ് സ്പോർട്സ് അവാർഡ് ഏർപ്പെടുത്തിയത് 1999-ലാണ്. 99-ല് ഏർപ്പെടുത്തി. എന്ന് തുടങ്ങി കൊടുത്തു തുടങ്ങി? 2000 തുടങ്ങി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ലോറൈസ് സ്പോർട്സ്മാൻ എന്ന അല്ലെങ്കിൽ ആ ഒരു അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ആദ്യമായി ലഭിച്ചത് ടൈഗർ വുഡ്സ് ആണ്. ടൈഗർ വുഡ്സ് അമേരിക്കൻ ഗോൾഫ് താരമാണ്. ലോറൈസ് സ്പോർട്സ് അവാർഡ് ആദ്യമായി ലഭിച്ചത് ടൈഗർ വുഡ്സിനാണ്. ഇദ്ദേഹം അമേരിക്കൻ ഗോൾഫ് താരമാണ്. ലോറൈസ് സ്പോർട്സ് അവാർഡ് നേടിയിട്ടുള്ള ആദ്യ വനിതയാണ് മരിയൻ ജോൺസ്. മരിയൻ ജോൺസ് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ വനിത എന്ന് പറയുന്ന അമേരിക്കൻ ഒരു അത്ലറ്റ് ആണ്. ഓക്കെ, 2000-ലാണ് അത് ലഭിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ തവണ ലോറൈസ് സ്പോർട്സ് പ്രൈസ് നേടിയിട്ടുള്ളത് റോജർ ഫെഡറലാണ്. ടോട്ടൽ എത്ര തവണ? 5 തവണ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? 2025-ൽ ആർക്കാണ് ഈ അവാർഡ് കിട്ടിയത്? 2025-ലെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആ അവാർഡ് കിട്ടിയത് ആർക്കാന്ന് നോക്കിക്കോളൂ. അർമൻഡ് ഡുപ്ലന്റിസ്, സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, എന്നാലും നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അടുത്ത നോക്കിക്കോളൂ. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ സൈമൺ ബൈൽസ്. ഇനി ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ, സ്പോർട്സ് ഗുഡ് അവാർഡ്, കംബാക്ക് ഓഫ് ദി ഇയർ. ഇത്രയും ആവശ്യമില്ല, കാണപ്പടം അറിഞ്ഞിരിക്കണമെന്നില്ല. സ്പോർട്സ് മാൻ ഓഫ് ദി ഇയറും സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയറും അറിഞ്ഞിരിക്കണം. ഇനി ടീം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? റയൽ മാഡ്രിഡ് ടീമാണ്. ടീം ഓഫ് ദി ഇയർ. ഇനി അടുത്ത് നോക്കാം. 2024-ല് നൊവാക് ദ്യോക്കോവിച്ച് ആണ് ആരായിരുന്നത്? സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയിരുന്നത് നൊവാക് ദ്യോക്കോവിച്ച്. ഇനി ആരായിരുന്നു സ്പോർട്സ് വുമൺ? ഐതാന ബോൺമാറ്റി ആളായിരുന്നു സ്പോർട്സ് വുമൺ. അന്നത്തെ ടീം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? സ്പെയിൻ വുമൻസ് നാഷണൽ ഫുട്ബോൾ ടീമിനെയായിരുന്നു തെരഞ്ഞെടുത്തത്. ഇങ്ങനെ ഓരോ വർഷവും അവാർഡ് കിട്ടുന്ന ആളുകൾ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഇനി ലോറൈസ് സ്പോർട്സ് ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് ഏതിനെ കുറിച്ചാണ്? ലോറൈസ് സ്പോർട്സ് അവാർഡ്. ചെറിയൊരു ടോപ്പിക്കാണ് അല്ലെ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കായിക അവാർഡ് എന്നറിയപ്പെടുന്നതാണ് ലോറൈസ് സ്പോർട്സ് അവാർഡ്. അത് അവാർഡ് ഏർപ്പെടുത്തിയത് 1999, നൽകി തുടങ്ങിയത് 2000-ൽ. ആദ്യമായി ലഭിച്ചത് ആർക്കായിരുന്നു? ടൈഗർ വുഡ്സിനാണ്. ഇദ്ദേഹം ആരാണ്? ഒരു അമേരിക്കൻ ഗോൾഫ് പ്ലെയർ ആണ്. ഇനി ആദ്യമായി ലഭിച്ച വനിത ആരാണ്? മരിയൻ ജോൺസ് ആണ്. ജോൺസ് എന്ന് പറയുന്നത് അമേരിക്കൻ അത്ലറ്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ ലോറൈസ് സ്പോർട്സ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? റോജർ ഫെഡറലിനാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? 2025-ൽ ആർക്ക് ലഭിച്ചു? ഇത്രയും വരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി ലോറൈസ് സ്പോർട്സിൽ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇത്രയും വരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് കിടക്കാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെ കുറിച്ചാണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇന്ത്യയിലെ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരത്തിന്റെ പേരാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം. ഖേൽ രത്ന പുരസ്കാരം നൽകി തുടങ്ങിയത് 1991 മുതലാണ്. ഇനി രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരത്തിന്റെ പേരൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പേരെന്താ നോക്കിക്കോളൂ. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ഈ മേജർ ധ്യാൻചന്ദ് ആരാണ്?
മേജർ ധ്യാൻചന്ദ് ആരാണ്? ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ആരാണ് മേജർ ധ്യാൻചന്ദ്? ക്ലാസ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം ധ്യാൻചന്ദിനെ. ആരാണ് ധ്യാൻചന്ദ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോ. ഏത് ഐറ്റം ആയിരുന്നു ധ്യാൻചന്ദ്? ഹോക്കി താരം. ആ, ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചിട്ടുള്ള ആ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ധ്യാൻചന്ദ്. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നുള്ള പേര് മാറ്റി ഇപ്പൊ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാണ്. ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള കായിക പുരസ്കാരമാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. ഇതിന്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. മുമ്പ് 7.5 ലക്ഷമായിരുന്നു, അത് കൂട്ടി ഇപ്പൊ 25 ലക്ഷം രൂപയാണ് അവാർഡ്. ഇനി 2024 ആർക്കാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ചത്? ലഭിച്ച ഒന്നാമത്തെ ആളുടെ പേര് നോക്കിക്കോളൂ, മനു ബേക്കർ. മനു ബേക്കർ ഷൂട്ടിംഗ് താരമാണ്. ഹർമൻപ്രീത് സിംഗ് ഹോക്കി താരമാണ്. പ്രവീൺ കുമാർ അത് പാരാ അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ചെസ്സില് ഡി ഗുഗേഷ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായി നേടിയത് ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. വിശ്വനാഥൻ ആനന്ദിനെ അറിയാമായിരിക്കും. വിശ്വനാഥൻ ആനന്ദ് ഏതായിരുന്നു? ചെസ്സായിരുന്നു അല്ലെ? ചെസ്സായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചെസ് പ്ലേയേഴ്സിൽ ഒരാളായിരുന്നു വിശ്വനാഥൻ. അപ്പൊ ആദ്യത്തെ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ആദ്യമായി നേടിയത് ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. മറക്കരുത്, ആ പേരൊന്ന് ഓർത്തു വെക്കണേ, വിശ്വനാഥൻ ആനന്ദ്. ഇനി ആദ്യമായിട്ട് നേടിയിട്ടുള്ള ഹോക്കി താരം, ആദ്യമായി നേടിയ ഹോക്കി താരം ആരാണ്? ധൻരാജ് പിള്ളയാണ്. ധൻരാജ് പിള്ള ആദ്യമായി നേടിയ ഹോക്കി താരം. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് കർണം മല്ലേശ്വരി. ആദ്യ വനിത കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും കർണം മല്ലേശ്വരിനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ. കർണം മല്ലേശ്വരിയുടെ ഐറ്റം ഏതായിരുന്നു? സ്പോർട്സ് ഐറ്റം ഏതായിരുന്നു? കർണം മല്ലേശ്വരി. ആർക്കും അറിയില്ല? വെയിറ്റ് ലിഫ്റ്റർ. അതെ, വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരുന്നു കർണം മല്ലേശ്വരിയുടെ സ്പോർട്സ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആദ്യ വനിതയാണ് ആര്? കർണം മല്ലേശ്വരി. ഇനി ആദ്യമായി നേടിയിട്ടുള്ള ഷൂട്ടിംഗ് താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ള ഷൂട്ടിംഗ് താരം. ഇനി ആദ്യമായി നേടിയിട്ടുള്ള അത്ലറ്റ് ആരാണ്? ഫസ്റ്റ് ലഭിച്ചിട്ടുള്ള അത്ലറ്റ് KM ബീനാമോളാണ്. KM ബീനാമോൾ. ഇനി ആദ്യമായി നേടിയ മലയാളി, ഫസ്റ്റ് മലയാളി ആരാണ്? ബീനാമോളാണ്. രണ്ടാമത് കിട്ടിയിട്ടുള്ള ഒരാൾ, അത് അഞ്ജു ബോബി ജോർജിനാണ്. ഇനി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായി നേടിയിട്ടുള്ള ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ ആണ്. രണ്ടാമത് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? MS ധോണിക്കാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ ബാഡ്മിന്റൺ താരമാണ് സൈന നെഹ്വാൾ. ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ. ഇനി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായിട്ട് നേടിയ ടെന്നീസ് താരം ആരാണ്? അത് ലിയാൻഡർ പേസ് ആണ്. നമ്മൾ ടെന്നീസ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലിയാൻഡർ പേസ്, മഹേഷ് ഭൂപതി സഖ്യം എന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ലിയാൻഡർ പേസ്. ഇനി ആദ്യമായി നേടിയിട്ടുള്ള പാരാലിമ്പിക്സ് താരം. പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പാരാലിമ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒളിമ്പിക്സിൽ തന്നെ ഈ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ അത്തരം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഒളിമ്പിക്സ് ആണ് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഐറ്റത്തിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഐറ്റത്തിൽ ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ദേവേന്ദ്ര
ഗജാരിയ എന്നാണ് ശരിക്കും വായിക്കേണ്ടത്. ഇതില് ജജാരിയ എന്നാണ് കിട്ടിയത്. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഏറ്റവും കൂടുതൽ ഖേൽരത്ന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള സ്പോർട്സ് ഐറ്റം ഏതാണ്? ഏറ്റവും കൂടുതൽ ഖേൽരത്ന ലഭിച്ചിട്ടുള്ള സ്പോർട്സ് ഐറ്റം ഏതാണ്? നമ്മൾ കുറച്ച് ഐറ്റംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ഐറ്റംസ് ഒക്കെ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പറഞ്ഞേ. ഏത് ഐറ്റത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? ചാറ്റ് ബോക്സിൽ മെസ്സേജ് എന്തെങ്കിലും വേറെ നോക്കട്ടെ കേട്ടോ. ഓരോരുത്തർ ലെഫ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറെ ഐറ്റംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏത് ഐറ്റം ആണെന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു ഗസ് ചെയ്യൂ. ഐഡിയ ഇല്ല. ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള കായിക ഇനം ഷൂട്ടിംഗ് ആണ് കേട്ടോ, ഷൂട്ടിംഗ്. ഇനി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. അദ്ദേഹത്തിന് 18-ാം വയസ്സിലാണ് എന്ത് ലഭിക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം അല്ലെങ്കിൽ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് അർജുന അവാർഡ്. അർജുന അവാർഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അർജുന അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതുപോലെ കണ്ട പോലെ തന്നെ ഒരു അവാർഡ്, അത്രല്ലേ തോന്നിയിട്ടുള്ളൂ? അർജുന അവാർഡ് ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ്. ഓക്കെ, ഇനി നോക്കിക്കോളാം കേട്ടോ. ഇതിനൊപ്പം വായിച്ചു പോയാൽ മതി. ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് തരാത്തോണ്ട് നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് ഒപ്പം നോക്കിക്കോ. ഇത് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 1961 ഈ ഒരു സമ്മാനം ഏർപ്പെടുത്തിയത്. ഇതിന്റെ എമൗണ്ട് എത്രയാണ്? 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പണ്ടത് എത്രയായിരുന്നു? 5 ലക്ഷം രൂപയായിരുന്നു. അതിനെ ഒന്ന് പുരോഗമിപ്പിച്ചിട്ടാണ് എന്താക്കിയെടുത്തത്? 15 ലക്ഷം രൂപയാക്കി എടുത്തിട്ടുള്ളത്. ഇനി എന്റെ ചോദ്യം ഇതാണ്, അർജുന അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളി, മലയാളിയുടെ പേര് അറിയാത്തോണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. സി ബാലകൃഷ്ണനാണ് ആദ്യ മലയാളി. പർവ്വതാരോഹണത്തിനാണ് ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആദ്യ മലയാളി വനിത, ഏത് മലയാളി വനിതയ്ക്കാണ് ആദ്യത്തെ അല്ലെങ്കിൽ അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ളത്? KC ഏലമ്മ കേട്ടോ, ഏലമ്മ, KC ഏലമ്മ. KC ഏലമ്മ എന്ന് പറയുന്നത് ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. ഇനി അർജുന അവാർഡ് നേടിയിട്ടുള്ള മലയാളി അത്ലറ്റ് ആരാണ്? TC യോഹന്നാൻ. TC യോഹന്നാനാണ് ആദ്യ മലയാളി അത്ലറ്റ്. വർഷം അവിടെ തന്നിട്ടുണ്ട്, 1974. അർജുന അവാർഡ് നേടിയിട്ടുള്ള ഏക മലയാളി ഫുട്ബോൾ താരം ആരാണ്? IM വിജയനാണ് ഫുട്ബോൾ താരം. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഇനി 2025 അർജുന അവാർഡ് ആർക്കാണ് കിട്ടിയത്? 2025 സോറി 25 എന്തായാലും ഡിക്ലെയർ ചെയ്തിട്ടില്ല.
24 ആർക്കാണ് കിട്ടിയതെന്ന് അറിയാമോ? ആക്ച്വലി ഒരു വലിയ ലിസ്റ്റ് ആണ് കേട്ടോ, ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത്. റസ്ലിങ്ങിന് കൊടുത്തിട്ടുണ്ട്, ഹോക്കിക്ക് കൊടുത്തിട്ടുണ്ട്, അത്ലറ്റിക്സ്, ചെസ്, ഷൂട്ടിങ്. നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി 2024 ആർക്കാണ് കിട്ടിയത്. ഒന്ന് നോക്കി കണ്ടുപിടിക്കാം കേട്ടോ. കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ നിലവിലുള്ള നോട്ട് ഗ്രൂപ്പിലേക്ക് ഇടാം, എല്ലാവർക്കും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നോട്ട് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് ഈ അവാർഡ് ജേതാക്കൾ ഇനിയും ഉണ്ട് കേട്ടോ. ദ്രോണാചാര്യ അവാർഡ് ഉണ്ട്, ധ്യാൻചന്ദ് അവാർഡ് ഉണ്ട്, പിന്നെ CK നായിഡു അവാർഡ്, രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം, GV രാജ പുരസ്കാരം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പോകണം. ഇപ്പൊ നിലവില് ഒരു 4 പേജുള്ള ഒരു കുഞ്ഞു PDF ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് വായിക്കാം കേട്ടോ.